ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറിയായി തുടരും. നിർവാഹക സമിതിയുടെ നിർദ്ദേശം സംസ്ഥാന കൗൺസിൽ അംഗീകരിക്കുന്നു. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി കമലേഷ് സക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. കമലേഷ്, ഇന്നലെ നിർദ്ദേശമെത്തി, ഇന്ന് സംസ്ഥാന കൗൺസിലും മറ്റൊരു തീരുമാനത്തിലേക്കല്ല പോയത്. ആ നിർദ്ദേശം അംഗീകരിക്കുന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഇനി സമ്മേളനകാലം വരെ ബിനോയ് വിശ്വം തുടരും. അജിംഷാ, തീർച്ചയായും ഇന്നലത്തെ നിർവാഹക സമിതി യോഗത്തിൻ്റെ നിർദ്ദേശം അതേപടി അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ദേശീയ സെക്രട്ടറി D രാജയാണ് ബിനോയ് വിശ്വത്തിൻ്റെ പേര് നിർദ്ദേശിച്ചത്. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന ഇതിന് വിരുദ്ധമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ, അതായത് ചില ആളുകൾ, അതായത് അത്തരത്തിൽ തന്നെയായിരുന്നു. കാരണം ഇതിനകത്ത് ഈ ഒരു പാരമ്പര്യമോ പിന്തുടർച്ചയോ ഇല്ല, അത്തരം കീഴ്വഴക്കങ്ങളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അംഗീകരിക്കില്ല എന്ന് KE ഇസ്മായിലിന്റെ പേരിൽ തന്നെ വാർത്തകൾ പുറത്തെത്തിയിരുന്നു. അങ്ങനെ ഒരു വിഭാഗം ബിനോയ് വിശ്വത്തിനെതിരായി രംഗത്തുണ്ടെന്ന്. കാരണം നമുക്കറിയാം, ഈ കാനം രാജേന്ദ്രനും KE ഇസ്മായിലും തമ്മിൽ സമ്മേളന കാലത്ത് നടന്ന മത്സരങ്ങളുള്ളിൽ അവരുടെ പാർട്ടിയിലെ ആഭ്യന്തരപരമായ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഭാഗമായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ നിലനിന്ന ഗ്രൂപ്പുകൾ ഒരുപക്ഷെ തലപൊക്കുന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു വാർത്തകൾ എത്തിയിരുന്നത്. പക്ഷേ അതിനെയൊക്കെ അപ്രസക്തമാക്കിയിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ഏകകണ്ഠേന നിർവാഹക സമിതിയിൽ ഉയരുന്നത്, നിർദ്ദേശിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് സംസ്ഥാന കൗൺസിലിലേക്ക് പേര് വെക്കുന്നത്. അങ്ങനെ ആ സംസ്ഥാന കൗൺസിലും അതിനെ മറിച്ചൊരു തീരുമാനത്തിലേക്കല്ല പോയത്. ബിനോയ് വിശ്വത്തിന് അനുകൂലമായി തന്നെ നീങ്ങുന്നു, അല്ലേ കമലേഷ്? തീർച്ചയായും നേരത്തെ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ കൗൺസിൽ യോഗത്തിൽ ഉയർന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ KE ഇസ്മായിൽ അടക്കം ബിനോയ് വിശ്വത്തെ ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറിയായി തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം വന്ന ഘട്ടത്തിൽ അതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന നിർവാഹക സമിതി യോഗത്തിലും ഇത്തരത്തിലുള്ള എതിരഭിപ്രായങ്ങൾ ഉയർത്തിയില്ല എന്നുള്ളതാണ്. പ്രകാശ് ബാബു, അതായത് നിലവിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള K പ്രകാശ് ബാബു അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ ബിനോയ് വിശ്വത്തിൻ്റെ ഇങ്ങനെയൊരു നിലപാടിനെതിരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ നിർവാഹക സമിതി യോഗത്തിൽ ബിനോയ് വിശ്വത്തിൻ്റെ പേര് നിർദ്ദേശിച്ചതടക്കം പ്രകാശ് ബാബുവാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്നിപ്പോൾ സ്വാഭാവികമായും എതിരഭിപ്രായമൊന്നും ഇല്ലാതെ തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന നിർവാഹക സമിതി യോഗം ബിനോയ് വിശ്വത്തെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി തീരുമാനിക്കുകയും ചെയ്തു. ഇന്ന് അത് സംസ്ഥാന കൗൺസിലിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയാണ് സമർപ്പിച്ചത്. ഇന്ന് ചർച്ചയ്ക്ക് ശേഷം ഇന്ന് രാജയാണ്, ദേശീയ സെക്രട്ടറി D രാജയാണ് ബിനോയ് വിശ്വത്തിൻ്റെ പേര് നിർദ്ദേശിച്ചത്. യാതൊരു വിധത്തിലുള്ള എതിരഭിപ്രായങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നില്ല. അതുകൊണ്ട് തന്നെ മത്സരവും ഉണ്ടായില്ല. നേരത്തെ എതിരഭിപ്രായം ഉന്നയിച്ച ആളുകളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ, അതായത് സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളിലേക്ക് വന്നുമില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഐക്യകണ്ഠേന ഈ തീരുമാനം പാസ്സാവുകയാണ്. നേരത്തെ പ്രകാശ് ബാബു അടക്കമുള്ള ആളുകൾ, KE ഇസ്മായിൽ അടക്കമുള്ള ആളുകൾ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയെങ്കിലും സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഏക അഭിപ്രായം എന്നുള്ള നിലയിൽ ബിനോയ് വിശ്വത്തിൻ്റെ പേരിലേക്ക് CPI എത്തുകയാണ്. അതോടുകൂടി ഈ നിർവാഹക സമിതി യോഗത്തിൻ്റെ തീരുമാനത്തിന് ഔദ്യോഗികമായ അംഗീകാരം CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിലും ലഭിക്കുന്നു. അതോടെ ഔദ്യോഗികമായി CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുക്കുകയാണ് അജിംഷാദ്. ശരി.